ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാംസ മീൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വളരെ മനോഹരമായ കാഴ്ചകളുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് മ്യൂണിക്കിലാണ്, ജർമ്മനിയിലെ മ്യൂണിക് സിറ്റിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫെസ്റ്റിവൽ സിറ്റി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ ക്രിസ്മസ് മാർക്കറ്റ് ഇവിടുത്തെ തന്നെ ജർമ്മനിയിലെ തന്നെ ഒരു ഓൾഡസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റാണ്. അപ്പം അതിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പം നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ദാണ്ട കടന്നു. അതിൻ്റെ എൻട്രിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല ലൈറ്റൊക്കെ വെച്ച് നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണാം, നിങ്ങൾക്ക് വലിയൊരു ടെൻറ്റ് കാണാം. ആ ടെൻറ്റിൻ്റെ പേരാണ് ടോൾവുഡ്. അപ്പം ടോൾവുഡിനുള്ളിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതിനുള്ളിൽ ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രസ് ഷോപ്പുകളുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ കാണുന്നതിന് മുമ്പായിട്ട് വെളിയിലുള്ള കുറേ കാഴ്ചകൾ നമുക്ക് നടന്നുകൊണ്ട് കാണാം. ഇവിടെ ഈ നല്ല ഭംഗിയുള്ള ഫ്ലോട്ടുകൾ കണ്ടോ? ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളും ഉത്സവമൊക്കെ ഓർമ്മ വരും. ഇവിടെ ഇതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലോട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ സമയം ഏതാണ്ട് വൈകുന്നേരം 7 മണിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ഗ്ലൂവെയിൻ ഷോപ്പിൻ്റെ മുൻപിലുള്ള തിരക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുത്തെ ആളുകൾ എത്രത്തോളം ഗ്ലൂവെയിനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്ന്. ഞങ്ങളും ഈ തിരക്കിനുള്ളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ. ഈ മാർക്കറ്റിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് സ്റ്റോൾസ് ഒക്കെ തുടങ്ങാറുണ്ട്. അപ്പം ഏഷ്യൻസിൻ്റെയും ആഫ്രിക്കൻസിൻ്റെയും ഒക്കെ ഒരുപാട് സ്റ്റോൾ നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വിൻ്റർ ക്ലോത്ത്സിൻ്റെ നല്ലൊരു കളക്ഷൻ കാണാം. മിക്കവതും ഹാൻഡ് മെയ്ഡാണ്, നല്ല പ്രോഡക്റ്റ്സ് ആണ്. പക്ഷേ നമ്മൾ നോർമൽ ഷോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇച്ചിരി കൂടുതലായിരിക്കും. പക്ഷേ ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആണ്. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗ്ലൂവെയിൻ കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടുത്തെ കാരണവന്മാർ ഇങ്ങനെയുള്ള ചില ഈ ഫെസ്റ്റിവൽസൊക്കെ തുടക്കം കുറിച്ച് വെച്ചിരിക്കുന്നത് തന്നെ എല്ലാവരും ഒക്കെ ഒന്ന് ചേർന്ന് ഒത്തുകൂടാനും ഗ്ലൂവെയിൻ കുടിക്കാനും ഒക്കെ വേണ്ടി തന്നെയാണ്. ഗ്ലൂവെയിൻ കുടിക്കാനായി ഈ ഒരു ഷോപ്പിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റെഡ് ഗ്ലൂവെയിനും കിട്ടും, അതുപോലെ തന്നെ വൈറ്റും കിട്ടും. അപ്പം ഞങ്ങൾ റെഡ് ഗ്ലൂവെയിൻ ഓർഡർ ചെയ്തു. അപ്പം നമുക്ക് ഈ ഗ്ലൂവെയിൻ മേടിച്ചിട്ട് ഈ ഷോപ്പിന് തൊട്ടടുത്തായുള്ള ഒരു ടെൻറ്റ്, മനോഹരമായ ഒരു ടെൻറ്റ് ഈ ഷോപ്പിൻ്റെതായിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി കഴിക്കാം. ഇവിടെയുള്ള എല്ലാ ഗ്ലൂവെയിൻ ഷോപ്പിനോടും ചേർന്ന് ഇതുപോലെ അലങ്കരിച്ച ചെറിയ സ്ഥലങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ നിന്ന് ഗ്ലൂവെയിൻ എൻജോയ് ചെയ്ത് കുടിക്കാനുള്ള ഒരുപാട് പ്ലേസ് ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതെ, ഒരു കാര്യം പറയാൻ ഞാനങ്ങ് വിട്ടുപോയി. ഗ്ലൂവെയിനെ പറ്റി ഞാൻ കുറേ പറഞ്ഞു, പക്ഷേ ഗ്ലൂവെയിൻ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. പലർക്കും ഒരു ഡൗട്ട് കാണും എന്താണ് ഗ്ലൂവെയിൻ എന്ന്. അത് സാധാരണ വൈൻ പോലെയല്ല, അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്.
ഇപ്പം ക്രിസ്മസിൻ്റെ ടൈമിൽ യൂറോപ്പിൽ പ്രത്യേകിച്ച് ജർമ്മനിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഈ ഗ്ലൂവൈൻ എന്ന് പറയുന്നത്. അത് ശരിക്കും നമുക്ക് ഈ തണുപ്പ് സമയത്ത് നല്ല ഇമ്മ്യൂണിറ്റി തരുന്നതും അതുപോലെ തന്നെ ആൽക്കഹോൾ കണ്ടൻറ്റ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ഒരു ട്രഡീഷണലായിട്ടുള്ള ഡ്രിങ്കാണിത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ വൈൻ പോലെയല്ല, ഇത് നന്നായിട്ട് ചൂടാക്കി കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തുണ്ടാക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇഞ്ചി, അതുപോലെ ക്ലോവ്സ്, സിനമൺ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ട്രഡീഷണൽ ഡ്രിങ്കാണ് ഗ്ലൂവൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെയൊക്കെ ടൈമിൽ, അതായത് പ്രത്യേകിച്ച് ആ സമയത്താണല്ലോ യൂറോപ്പിൽ നല്ല തണുപ്പും മഞ്ഞും ഒക്കെ, അപ്പോൾ ആ സമയത്ത് ആളുകൾ ഇത് കുടിക്കാനായിട്ടാണ് എല്ലാ ഈവനിങ്ങും ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ പ്രധാനമായിട്ടും എത്തുന്നത്. ദേ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് നല്ല ടേസ്റ്റി ചോക്ലേറ്റ്സ് എടുക്കാം. ഫ്രീ ആണ് കേട്ടോ, പൈസയൊന്നും കൊടുക്കണ്ട. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഗവൺമെൻറ് മേഴ്സി ഡിയർ എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് റോഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. അപ്പം അതിൻ്റെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രീ ചോക്ലേറ്റ്സ് നമുക്ക് എല്ലാവർക്കും തരുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട്. ടോൾവുഡ് എന്ന് പറയുന്ന ഈ ഒരു വിൻ്റർ ഫെസ്റ്റിവൽ നടക്കുന്നത് ഏകദേശം 30,000 മീറ്റർ സ്ക്വയർ ഏരിയ വലുപ്പമുള്ള വലിയൊരു ഗ്രൗണ്ടിലാണ്. പ്രതിവർഷം ഏകദേശം 8 മുതൽ 9 ലക്ഷം വരെ ആളുകൾ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേരാറുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടത് ടോൾവുഡിൻ്റെ വെളിയിലുള്ള കാഴ്ചകളാണ്. ഇനിയിപ്പോൾ നമുക്ക് ടോൾവുഡിനുള്ളിലേക്ക് കടക്കാം. ടോൾവുഡ് എന്ന് പറയുന്ന ഈ ഒരു വലിയ ടെൻറ്റ് 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് നോർമൽ ബസാറും, രണ്ടെന്ന് പറയുന്നത് ഫുഡ് ബസാറും. അപ്പോൾ നമ്മളിപ്പം കയറിയിരിക്കുന്നത് നോർമൽ ബസാറിലാണ്. ഇവിടെ നിങ്ങൾ കാണും പോലെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ചെപ്പൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിൽക്കാനായിട്ട് വച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം. ഇവിടെ നമുക്ക് ഒരുപാട് ലോക്കൽ പ്രോഡക്ട്സ് കാണാൻ കഴിയും. ഇമ്പോർട്ടഡ് ഐറ്റംസും ഉണ്ട്, എന്നാലും ലോക്കൽ പ്രോഡക്ട്സിൻ്റെ ഒരു മേൽക്കോയ്മ നമുക്കിവിടെ അനുഭവപ്പെടും. ജർമ്മനി എന്ന് പറയുന്ന ഈ ഒരു വികസിത രാജ്യം എപ്പോഴും അതിൻ്റെ ലോക്കൽ മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റുകൾ തുടങ്ങിയത് ഏതാണ്ട് 14-ാം നൂറ്റാണ്ടിലാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മിഡീവൽ പീരീഡിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വുഡൻ ഹട്ടുകൾ നമുക്കിവിടെ പല ഭാഗത്തായിട്ട് കാണാൻ കഴിയും. ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റുകളിൽ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടും. എല്ലാം ഒരു കുടക്കീഴിലെന്ന് പറയും പോലെ ഫുഡ്, ഡ്രിങ്ക്സിൽ തുടങ്ങി ജ്വല്ലറി വരെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും.
ക്രിസ്മസ് ലൈറ്റ് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ക്രിസ്മസ് ക്യാൻഡിൽസ്. ഈ സ്റ്റോളിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള പല ഷേപ്പിലുള്ള അട്രാക്റ്റീവായിട്ടുള്ള ക്യാൻഡിൽസ് കാണാം. ബിയർ ഗ്ലാസിൻ്റെ ഷേപ്പിലുള്ള ക്യാൻഡിൽസ് വരെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അടുത്തതായി പോകുന്നത് ഫുഡ് ബസാറിലേക്കാണ്. ഇവിടെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഫുഡ് കോർട്ടുകളുണ്ട്. ഇതൊരു ബ്രസീലിയൻ ഫുഡ് കോർട്ടാണ്. ഇവിടെ ട്രഡീഷണൽ വിഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഫറോഫ, മൊക്കീക്ക എന്ന് തുടങ്ങിയ പലതരത്തിലുള്ള ബ്രസീലിയൻ വിഭവങ്ങൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ 2 ഇന്ത്യൻ ഫുഡ് കോർട്ട്സ് ഉണ്ട്. അതിലൊന്നാമത്തതാണിത്. ഇവിടെ നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ കിട്ടും. ഇതൊരു തായ് ഫുഡ് സ്റ്റോളാണ്. ഇവിടെ തായ് നൂഡിൽസ്, പലതരത്തിലുള്ള സൂപ്പുകൾ, ടോമിയം സൂപ്പ്, ഗ്രീൻ കറി, റെഡ് കറി എന്ന് തുടങ്ങിയ പലതരത്തിലുള്ള തായ് വിഭവങ്ങളുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിബറ്റൻ ഫുഡ് കോർട്ട്. ഇവിടെ നമുക്ക് നല്ല ടേസ്റ്റി മോമോസ് വാങ്ങിക്കാൻ കഴിയും. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഇന്ത്യൻ ഫുഡ് കോർട്ട്. സൗത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടുന്ന് കഴിക്കാവുന്നതാണ്. മ്യൂണിക് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ജർമ്മനിയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റായ ന്യൂറംബെർഗിൻ്റെ കാഴ്ചകളുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാപ്സ് ആൻഡ് മീൽസ് എന്ന ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ.